നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് 27/7/2024 LDC ട്രിവാൻഡ്രം ജില്ല എക്സാം ഇന്ന് നടന്നിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലക്രമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 4, 1, 3. വൈക്കം സത്യാഗ്രഹം എന്നാണ് 1924. ചാന്നാർ ലഹള 1859. ക്ഷേത്രപ്രവേശന വിളംബരം 1932. മലബാർ കലാപം 1921. അടുത്ത രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരി. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ നാറ്റോയുമായി ബന്ധമില്ലാത്തതേത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 4. നാലാമത്തെ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 3 മാത്രം. റോബൻസ്പിയർ, ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തീസിസ്, VI ലെനിൻ, ലോങ് മാർച്ച്, മാവോ സേതു. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആറാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരി. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണെന്ന്? ഓപ്ഷൻ ബി ആണ്. 1, 3 ഇതിൽ തെറ്റായ പ്രസ്താവന. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാ? ട്രോപ്പോസ്ഫിയർ ആണ്. ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയല്ല, എന്താണ്? ആഗ്നേയശിലയാണ്. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? 8 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 9, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ്? 9 ആൻസർ സി ആണ്. 1, 4 ശരി. 10ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റ് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഡി ആണ്. ഹരിക്കെയിൻ എന്നറിയപ്പെടുന്നു. 11, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? ആൻസർ സി ആണ്. 3. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി സൗദി അറേബ്യയാണ്. 13, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? 13ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 ശരിയാണ്. 4 തെറ്റ്. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്തല്ല ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഇനി 4 ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. 1 ബി നെല്ലാണ്, 2 ഗോതമ്പ്, 3 ചോളം, 4 പയർ. 15, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 16, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം? 16 ആൻസർ ഡി ആണ്. 2, 4, 1, 3. അടുത്തത് 17, നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യം നടപ്പിലാക്കി. 18 ആൻസർ സി ആണ് വരുന്നത്. 1 ബി അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്ന സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുന്നു. 2 സി ആണ്. മെഥനോൾ സമ്പദ്ഘടന, എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുന്നു. സഹകരണ ഫെഡറലിസം, സംസ്ഥാനങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. ശൂന്യ ക്യാമ്പയിൻ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും വായു മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അടുത്തത് 19ാമത്തെ ചോദ്യം, 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആൻസർ വരുന്ന ആൻസർ. 2, 3 ശരിയാണ്. 1ഉം 4ഉം തെറ്റാണ്. 20,
ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നത് ശരിയാണ്. 20ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരി. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റിയാണിത്. 21 സാർവത്രിക വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ്. 21ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരി. സാർവത്രിക വോട്ടവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? 326. 1989 61ാം ഭേദഗതി പ്രകാരമാണ് പ്രായം 21-ൽ നിന്നും 18 ആക്കിയത്. അടുത്ത ചോദ്യം 22 രാജ്യസഭയുടെ അധികാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ആൻസർ ബി ആണ്. 1ഉം 2ഉം ശരി. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന് പൊതു താൽപ്പര്യം പരിഗണിച്ചും യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. 23 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതെന്നാണ്. 23ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1, 2, 4 ശരി. മുൻ സുപ്രീം കോടതി CJ ചെയർമാനാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജ്, മുൻ ഹൈക്കോർട്ട് CJ അംഗങ്ങളാണ്. മനുഷ്യാവകാശം സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായിരിക്കണം. അടുത്തത് 24 ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? 24 സി ആണ്. മൻസുഖ് മാണ്ഡവ്യയാണ് ആൻസർ. 25 ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്. 25 ആൻസർ ബി ആണ്. 1ഉം 3ഉം ശരി. 15ാമത്തെ പ്രസിഡന്റാണ്. 2015 മുതൽ 21 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 26 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുഖ്യ അതിഥിയായ അബ്ദുൾ ഹത്താർ അസീസി ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്? നമുക്കെല്ലാം അറിയാം അല്ലേ? ഈജിപ്തിൻ്റെയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 27 സ്നേഹ സാന്ത്വന പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? 27 ആൻസർ എ ആണ്. സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് ഏത്? സ്നേഹ സാന്ത്വനം. 28 2012 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകൾ യോജിച്ചതേതാണ്? ആൻസർ സി ആണ്. 1ഉം 2ഉം 3ഉം ശരി. 29 വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? 29ന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ശരി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യനിധി. അതുപോലെ തന്നെ പട്ടികജാതി വകുപ്പ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണിത്. അടുത്തത് 30 വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. കേരള സാമൂഹ്യനീതി വകുപ്പും സാമൂഹ്യ സുരക്ഷാ മിഷനും ചേർന്നാണ് നടത്തുന്നത്. ഭിന്നശേഷി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണിത്. 31 താഴെ കൊടുത്തിരിക്കുന്ന യുവജന കാര്യ കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ്. ഓപ്ഷൻ എ ആണ്. ശ്രീ M ഷാജർ ആണ് ആൻസർ. അടുത്ത ചോദ്യം ഇപ്പോഴത്തെ കേരള ഹൈക്കോർട്ട് CJ ആരെന്നാണ്. പ്രൊവിഷണലിൽ ഇപ്പോൾ ആൻസർ കൊടുത്തിരിക്കുന്നത് ഡി ആണ്. ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നാണ്. പക്ഷേ നിലവിൽ ആക്ടിംഗ് ആയിട്ടിരിക്കുന്നത് മുഹമ്മദ് മുസ്താഖാണ്. അപ്പോൾ അതിൽ കുറച്ചൊരു കൺഫ്യൂഷനുള്ള ചോദ്യമാണ്. അടുത്തത് 33 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരിയാണ്. വെള്ള എന്ന് പറയുന്ന മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴയുണ്ടാകുവാൻ സാധ്യത കാണുന്നു. ഇനി അടുത്ത പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലകൾ എന്ന് പറയുമ്പം 34 ഡി ആണ് ആൻസർ. 35 ആൻസർ ചെയ്ത കമ്മ്യൂണിറ്റി റിസർവുകളാണ്. ദ്രാവകാവസ്ഥയിലുള്ള യോജകകല ഏതാണ്? ഓപ്ഷൻ ഡി രക്തമാണ്. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷം കുറഞ്ഞ യൂറിയ ആക്കി മാറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ ബി കരളാണ്. 38 മുതിർന്ന വ്യക്തികളിൽ
സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? 38 സി ആണ്, അക്രോമെഗാലിയാണ്. ക്രെറ്റിനിസം മിക്സഡിമയൊക്കെ എന്താണ്? തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്, തിരിഞ്ഞു പോകരുത്. 39 ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? ഈ സൂക്ഷ്മ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി. 39 ആൻസർ എ ആണ്, ലൈസോസൈം ആണ്. അടുത്ത 40 പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? മിഠായിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 2024 പരിസ്ഥിതി ദിന ആഗോള ആഘോഷത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണ്. 42 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ളൊരു ബോക്സിൻ്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? ആൻസർ സി ആണ്, 2J ആണ്, 2 ജൂളാണ്. 42 സി. എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? എന്താ? MGH ആണ്, ഇക്വേഷൻ MGH ആണ്. അപ്പം എം ഇതിന് എത്രയാണ്? 0.2, G 10 ഇട്ട് കൊടുക്കുക, പിന്നെ H 1 മീറ്റർ. അപ്പോൾ ആൻസർ 2 ജൂളാണ്. 43 നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനമാണ്. 44 ഫാരൻഹീറ്റ് ഏതാണ്? ആൻസർ 0 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത് 45 ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനം പ്രഖ്യാപിച്ച ദിവസം എന്നാണ്? ആഗസ്റ്റ് 23 ഇനി 46 സൂര്യൻ്റെ ബാഹ്യവലയങ്ങളെക്കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കിയ ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ഇനി അടുത്തത് 47 രാജദ്രാവകം, അതായത് രാജകീയ ദ്രാവകമായ അക്വാ റീജിയ എന്ന് പറയുമ്പോൾ നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 അനുപാതത്തിലാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് കൂടുതൽ. ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരമേതാ? സീറോ കാർബൺ ആയ നഗരമേതാ? സാഞ്ചിയാണ്, സാഞ്ചി. താഴെ പറയുന്നതിൽ യഥാർത്ഥ ലായനി ഏതാ? സോഡിയം അമാൽഗമാണ്, ഓപ്ഷൻ ബി ആണ്. 50 താഴെ പറയുന്ന സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്ന സിങ്ക് സൾഫൈഡ് ആണ്. ഇനി അടുത്ത 2023 രസതന്ത്ര നോബൽ പ്രൈസ് കിട്ടിയ മേഖല ഏതാണ് എന്ന് ചോദിക്കുമ്പം ക്വാണ്ടം ഡോട്ട്സ് ആണ്, തെറ്റിപ്പോകരുത്. ക്വിക്ക് കെമിസ്ട്രി 2022 2023 ഏതാ? ക്വാണ്ടം ഡോട്ട്സ് ആണ്. ഇനി അടുത്ത 52 അപ്പുക്കിളി ഏത് കഥാപാത്രമാണ്? ഏത് കഥയിലെ കഥാപാത്ര? ഖസാക്കിൻ്റെ ഇതിഹാസം. ഇനി അടുത്ത കീലേരി കുഞ്ഞിക്കണ്ണൻ ഏതിലാ? സർക്കസുമായി ബന്ധപ്പെട്ടത്. തിക്കൊടിയൻ കുഞ്ഞനന്ദൻ നായർ. 54 എ ആണ്. ഇനി അടുത്ത 55 പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നേൻ ബാക്കിയമുള്ളവർ ഇതിനെ പഠിച്ചോവർ. ഏത് കൃതിയിലെ വരികളാണിത്? മുഹിയുദ്ദീൻ മാലയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ SK പൊറ്റക്കാടിൻ്റെ രചന ഏതാണ്? 56 ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു ദേശത്തിൻ്റെ കഥയാണ്, ഒരു ദേശത്തിൻ്റെ കഥ. 57 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ലോക ചാമ്പ്യനായ മാഗ്നസ് കാർസനെ പരാജയപ്പെടുത്തിയ ആരാണ്? ഓപ്ഷൻ ഡി ആർ പ്രജ്ഞാനന്ദയാണ് അല്ലേ. 57 ഓപ്ഷൻ ഡി ആണ്. അടുത്ത 58 മൺസൂൺ ക്രോക്ക് ബയോ ബീറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നതാര്? 58 ആൻസർ ഡി ആണ്, കേരള വന ഗവേഷണ കേന്ദ്രം എന്നാണ് ആൻസർ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത 59 ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, അത് കഴിഞ്ഞതാ ഗിഗാബൈറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത് 60 എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 1 മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ്. 3 മാക് ആപ്പിളിൻ്റെ ആണ്. ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെ ആണ്. 61 കൂട്ടത്തിൽ പെടാത്ത ഏതാ? ക്യാൻ ആണല്ലേ. ബാക്കി ലാൻ, വാൻ, മാൻ ഒക്കെ നമുക്കറിയാം. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അങ്ങനെയാണെന്ന് തോന്നുന്നു. ക്യാൻ നമ്മൾ കണ്ടിട്ടില്ല, അപ്പോൾ അതാണ് ഓപ്ഷൻ സി. ഇനി അടുത്തത് 62 ആണ്. താഴെ പറയുന്നതിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ഏതാണ്? ടെലിഗ്രാം ആണല്ലേ, ടെലിഗ്രാം. അടുത്തത് 63 എന്താണ്? ഡീപ്പ് ഫേക്ക് എന്ന് വെച്ചാൽ ആൻസർ ഏതാ? 63ൻ്റെ ആൻസർ വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതിനാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. 63 ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്ത 64 ആണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? 64 ഓപ്ഷൻ ബി ആണ് അല്ലേ. നിയമിക്കുന്നത് എപ്പോഴും ആരാ? ഗവർണറാണ്. 65
എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനം ഏതാണ്? 65 ഓപ്ഷൻ എ ആണ്, നിസ്വാർത്ഥ സേവനങ്ങളാണ്. ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്ത? ഓപ്ഷൻ സി ആണ്. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കാണ് സമർപ്പിക്കുന്നത്. അല്ല, പ്രധാനമന്ത്രിക്കല്ല സമർപ്പിക്കേണ്ടത്. 67 ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതാ? ഓപ്ഷൻ ഡി. ഇവയെല്ലാം വരും അല്ലേ. മാനസികവും ശാരീരികവും സാമ്പത്തികവും ആയിട്ടുള്ള എല്ലാ ചൂഷണവും ഇതിൽ ഉൾപ്പെടും. 68 എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. പോക്സോ നിയമം എന്ന 2012 ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അതിൻ്റെ ആൻസർ കിടപ്പുണ്ടായിരുന്നു. അടുത്ത 69 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ്. എപ്പോഴും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. 69 ഓപ്ഷൻ ബി ആണ്, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർമാൻ ആരാ? 70 ഓപ്ഷൻ എ രേഖ ശർമ്മയാണ്. ഇനി അടുത്തത് മാത്സിൻ്റെ ചോദ്യങ്ങളാണ്. നമുക്കതൊന്ന് ഓടിച്ച് നോക്കി പോകാം. 10 ക്വസ്റ്റ്യൻസ്. 71 ആൻസർ ബി ആണ്. 72 ആൻസർ എ. 73 ആൻസർ ഡി ആണ്. 74 ആൻസർ എ ആണ്. 75 ആൻസർ സി ആണ്. 76 ആൻസർ സി. 77 ആൻസർ ബി ആണ്. 78 ആൻസർ ഡി ആണ്. 79 ആൻസർ എ ആണ്. 80 ആൻസർ ബി ആണ്. ഇനി 81 ദ ടൂറിസ്റ്റ് ഗൈഡ് എലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. അപ്പം എലോങ് വിത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ ഫസ്റ്റ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും. ദ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ സിംഗുലർ അല്ലേ. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ഹാസ് ആണ് വരുന്നത്. ഇനി 82 ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ വരുമ്പോൾ ആൻസർ സി ആണ്, ഷാൽ വി ആണ് വരുന്നത്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇനി അടുത്ത 83 ചേഞ്ച് ടു ഇൻഡയറക്റ്റീവ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഹീ സേസ് എന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഹീ സേസ് വരുമ്പോൾ നമുക്ക് പിന്നെ ടെൻസിന് ഒന്നും ചേഞ്ച് വരുത്തേണ്ട, അത് അതേപോലെ തന്നെ ടെൻസ് അതേപോലെ എഴുതിയാൽ മതി. അപ്പോൾ 83 ആൻസർ ഡി ആണ് ആൻസർ വരുന്നത്. ചോദ്യം 84 ഇഫ് ഐ ഹാഡ് മണി ഐ ഡാഷ് ദ പുവർ അല്ലേ. അപ്പോൾ ആൻസർ ഏതാ വരുന്നത്? 84 ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലേ. വുഡ് ഹെൽപ്പ് ആണ് വരുന്നത്. വുഡ് പ്ലസ് V1 ആണ് വരുന്നത് ലൈഫ് ക്ലോസിൽ. ഇനി അടുത്ത 85 ദ ഡോൾ ബിലോങ്സ് ടു ആണല്ലേ വരുന്നത്. ബിലോങ്ങിൻ്റെ കൂടെ എപ്പോഴും എന്താണ്? ടു ആണ് വരുന്നത്, ബിലോങ്സ് ടു. ഇനി 86 ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഏതാ? 86 ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 87 ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ്. 87ൻ്റെ ആൻസർ ഏതാ? സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. 88 ദ ഡാഷ് ഓഫ് വൂൾസ് എന്താണ്? 88 എ ദ ബാക്ക് ഓഫ് വൂൾസ് എന്നാണ് പറയുന്നത്. 89 നമ്മളെപ്പോഴും പഠിക്കുന്നതല്ലേ അമെൻമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? മോഡിഫിക്കേഷൻ അല്ലേ. അപ്പോൾ 89 ആൻസർ സി ആണ്. ഇനി 90 ഐഡൻറ്റിഫൈ ദ അന്റോണിം ഓഫ് ഡിഫിക്റ്റ് അല്ലേ. ഡിഫിക്റ്റ് 90ൻ്റെ ആൻസർ ബി ആണ്, സർപ്ലസ് ആണ്. അടുത്തത് 10 മലയാളം ചോദ്യമാണ്. 91 അനപഥ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? 91 എ ആണ്. സന്ധതയില്ലാത്തവനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അനപഥ്യൻ. 92 താഴെ പറയുന്നതിൽ ശരിയായ പദം ഏതാ? കവയിത്രിയാണ് അല്ലേ, കവയിത്രി. 93 ഏതാ? താഴെ പറയുന്നിരിക്കുന്നത് സലിംഗ ബഹുജനം ഏതാ? പുരുഷന്മാർ. 94 ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ ചുരുക്കി പറയുക. 95 പിഞ്ഞാണ വർണ്ണം എന്ന് വെച്ചാൽ എന്താ? പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. 95 ഓപ്ഷൻ ബി ആണ് ആൻസർ. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പഠിക്കുന്നതല്ലേ, പുട്ട് ഔട്ട് അണയ്ക്കുക. താഴെ പറയുന്നത് ദ്രൗണി ആരാണ്? 97 ഓപ്ഷൻ ബി ആണ്, അശ്വാത്മാവാണ്. ദ്രൗണി എന്ന് പറയുന്നത് അശ്വത്ഥാത്മാവാണ്. 98 ചിന്മുദ്ര എങ്ങനെയാണ് പിരിക്കുന്നത്? ചിത് അധികം മുദ്രയാണ് ചിന്മുദ്ര. കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജവർമ്മയാണ്. താഴെ തന്നിരിക്കുന്ന അക്ഷരത്തെറ്റുള്ള വാക്ക് ഏതാണ്? 100 ഓപ്ഷൻ എ വിശ്വസ്തൻ ആണ്. ഓപ്ഷൻ എ ആണ് വിശ്വസ്തൻ, തെറ്റാണ്. ഓക്കെ, ഇത് ഇത്രയുമാണ് ഇന്നത്തെ LD ട്രിവാൻഡ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഏകദേശം ഒരു നല്ലോണം പഠിക്കുന്ന ഒരാൾക്ക് മിനിമം ഒരു 70 മാർക്കൊക്കെ എന്തായാലും മേടിക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വസ്റ്റ്യനാണ്. പക്ഷേ
അതിൽ കൂടുതൽ മേടിച്ചവരും ഉണ്ട്, 80ഉം 85ഉം ഒക്കെ മേടിച്ച ആൾക്കാരുണ്ട്. അത് എല്ലാ എക്സാമിലും കാണുമല്ലോ ഒത്തിരി മാർക്ക് വാങ്ങുന്നവർ. എന്തായാലും ഒരു 70 മാർക്ക് എന്തായാലും നമുക്ക് മേടിച്ചെടുക്കുക. എന്നാലും സ്ട്രെസ്സൊക്കെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മാർക്ക് ഒരു 6ഓ 5ഓ മാർക്കും ഒക്കെ എന്തായാലും കുറഞ്ഞു വരാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കഴിഞ്ഞ തവണ പ്രിലിംസും മെയിൻസും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കട്ട് ഓഫ് ഇത്തിരി കുറവായിരുന്നു. 52.53 ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ട്രിവാൻഡ്രത്തിൻ്റെ കട്ട് ഓഫ്. പക്ഷേ 2018 പ്രിലിംസ് ഒന്നും ഇല്ലാതെ ഒറ്റ പരീക്ഷ മെയിൻ ഒരു എക്സാം മാത്രം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 75-76 ഒക്കെ ആയിരുന്നു. എന്താകുമെന്ന് നമുക്കറിയത്തില്ല. അപ്പം നമുക്ക് എന്തായാലും അടുത്ത പരീക്ഷകൾക്ക് വേണ്ടി നമുക്ക് തയ്യാറായി കാത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം താങ്ക് യു.